ഹലോ ഗൈസ്, അപ്പോൾ 2025 ഒരാഗ്രഹമായിരുന്നു ഡൈക്കട്ട് സ്മാർട്ടിൽ പോകണമെന്നുള്ളത്. യെസ്, അപ്പോൾ ഈ കടൽ ക്ലൗഡ് ന്യൂ ഷാജിയുടെ ഒക്കെ വീഡിയോസിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ആ കയറിയ പാടെ ഹെയർ ക്ലിപ്സ്, പിന്നെ ബുക്സ്, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺപോപ്പുലർ ഒപ്പീനിയൻ ആണെങ്കിലും എനിക്ക് ഡൈക്കട്ട് സ്മാർട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തന്നെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഹാരി പോട്ടറിൻ്റെ ബ്ലൈൻഡ് ബോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ കളക്ഷൻ എല്ലാം 210 220 റുപ്പീസൊക്കെ ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ഈ ബുക്സിനൊക്കെ. കണ്ടോ, എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തായിരുന്നു, കാര്യമായിട്ട് ജേർണലിങ് ചെയ്യാനുള്ള സപ്ലൈസൊക്കെ വാങ്ങണമെന്ന്. പക്ഷേ എനിക്ക് എക്സ്പെൻസീവായിട്ട് തോന്നി. നമ്മുടെ പൈസ തന്നെയല്ലേ പോകുന്നത്. അപ്പം ബാക്കി പ്രൊമോഷനിൽ വരുന്നവർ വളരെ അഫോർഡബിൾ ആയിട്ടൊക്കെയാണ് ഡൈക്കട്ട് സ്മാർട്ട് പറഞ്ഞത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ അതോടെ വളരെ പിക്ക് ചെയ്തിട്ടാണ് പ്രൊഡക്ട്സ് വാങ്ങിയതും. പിന്നെ ഈ പെൻ കളക്ഷനൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് തീമിൽ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിൽ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാവേ.